കാലങ്ങളായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന പാലക്കാട് മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാനാണ് യുഡിഎഫിന്റെ ശ്രമം. കഴിഞ്ഞ തവണ വീരേന്ദ്രകുമാറിന് നൽകിയ സീറ്റ് തിരിച്ചെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്. ശക്തമായ മത്സരം നടക്കുമെന്നതിനാൽ എം.ബി. രാജേഷിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം നിലനിർത്താനാണ് സിപിഎം ആലോചന. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ 1,50,32 വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തവണ സിപിഎം പ്രതീക്ഷിക്കുന്നില്ല. ശക്തമായ മത്സരം നടക്കുന്നതിനാൽ ഒരു തവണ കൂടി രാജേഷിന് അവസരം നൽകാനാണ് സാധ്യത. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ സിപിഎം എംഎൽഎമാരാണ് നിലവിലുള്ളത്. നിർത്തിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുന്ന വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, അതുകൊണ്ട് അത് നോക്കിയിട്ടല്ല. പിന്നെ മുന്നണിയുടെ സീറ്റ് ചർച്ച പൂർത്തിയായതിനു ശേഷമേ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകുള്ളൂ. LDF തന്നെ കൂടാൻ പോകുന്നു. വീരേന്ദ്രകുമാറിനെതിരെ കോൺഗ്രസിനകത്തുണ്ടായ വികാരമാണ് കഴിഞ്ഞ വർഷത്തെ വൻ പരാജയത്തിനു കാരണം. താഴെത്തട്ടിൽ കോൺഗ്രസ് പാർട്ടി ശക്തിപ്പെട്ടതും മണ്ണാർക്കാട്, പാലക്കാട് മണ്ഡലങ്ങൾ തങ്ങൾക്കൊപ്പം നിൽക്കുന്നതും UDFന് പ്രതീക്ഷ നൽകുന്നു. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠനെയാണ് UDF പ്രധാനമായും സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. സംഘടനയ്ക്ക് എല്ലാ അഴിച്ചുപണിയും നടത്തി തെരഞ്ഞെടുപ്പിന് മുമ്പേ നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയാക്കി ഒരു മത്സരത്തിന് തയ്യാറാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇതിനു മുമ്പ് മുന്നൊരുക്കങ്ങളുടെ കുറവ്, സംഘടനയിലെ താഴെത്തട്ടിലുള്ള പടലവണക്കങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അതൊന്നുമില്ല. BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന് 1,36,541 വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ, പാലക്കാട് മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് എത്തിയതിനാൽ ഇത്തവണ കൂടുതൽ വോട്ടുകൾ നേടാനാകുമെന്നാണ് BJP കരുതുന്നത്. BJP സംസ്ഥാന സെക്രട്ടറിയായ C. കൃഷ്ണകുമാർ, ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് പാലക്കാട്ടേക്ക് പരിഗണിക്കുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.